നഗരത്തിലെ അത്യാഡംബര ഹോട്ടലായ ദ ഗ്രാൻഡ് എംപയർ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിൽക്കുന്നു. ചില്ലുവാതിലുകളും സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളും പുറത്തുനിന്നേ കാണാം. അവിടേക്ക് വളരെ സാവധാനത്തിൽ ഒരു വൃദ്ധൻ നടന്നു വരുന്നു. നരച്ച മുടിയും സാധാരണ ഒരു കോട്ടൺ ഷർട്ടും ചുളുങ്ങിയ ഒരു മുണ്ടും. അദ്ദേഹത്തിന്റെ നടത്തത്തിൽ ഒരു പ്രത്യേക ശാന്തതയുണ്ട്. അദ്ദേഹം ഗേറ്റ് കടക്കാനൊരുങ്ങിയതും യൂണിഫോം ധരിച്ച സെക്യൂരിറ്റി ഗാർഡ് ലാത്തി കുറുകെ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു. എങ്ങോട്ടാ മാവാ? ഇത് വഴിതെറ്റി വരാൻ പറ്റിയ ഇടമല്ല. വേഗം അങ്ങോട്ട് മാറി നിൽക്ക്. ഇത് കേട്ട് വൃദ്ധൻ ശാന്തനായി പറഞ്ഞു, ഇല്ല മോനെ, എനിക്ക് വഴി മാറിയതല്ല. ഈ ഹോട്ടലിലേക്ക് തന്നെയാണ് ഞാൻ വന്നത്. ഇത് കേട്ട് സെക്യൂരിറ്റി ഉറക്കെ ചിരിച്ചു. ഇങ്ങോട്ടോ? ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും അമ്മാവന്റെ ഈ മുണ്ടിന്റെ വില വരും. വല്ല കല്യാണ മണ്ഡപവും അന്വേഷിച്ചു വന്നതാണെങ്കിൽ ഇത് അതല്ല. വീണ്ടും വൃദ്ധൻ പറഞ്ഞു തുടങ്ങി. ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാനാണ്. റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന വാക്ക് കേട്ടതും സെക്യൂരിറ്റി ഒന്ന് നിന്നു. പിന്നെ അദ്ദേഹം തന്നെ പരിഹസിക്കുകയാണെന്ന് കരുതി അയാൾ ആക്രോശിച്ചു. അമ്മാവൻ എന്നെ തമാശ പഠിപ്പിക്കാൻ നോക്കണ്ട. അകത്ത് മാനേജർ സാർ ഉണ്ടല്ലോ. അദ്ദേഹം നിങ്ങളെ ശരിയാക്കി തരും. അകത്തോട്ട് ചെല്ല്. അവിടെ ചെന്ന് കേൾക്കേണ്ടത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധി ഉദിച്ചോളും. സെക്യൂരിറ്റി കളിയാക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വഴിമാറി കൊടുത്തു. വൃദ്ധൻ പതുക്കെ ലോബിയിലേക്ക് നടന്നു. അകത്തെ തണുപ്പും ആഡംബരവും അദ്ദേഹത്തെ ഒട്ടും അമ്പരപ്പിച്ചില്ല. അദ്ദേഹം നേരെ റിസപ്ഷൻ ഡെസ്കിലേക്ക് ചെന്നു. അവിടെ ഫോണിൽ സംസാരിച്ചിരുന്ന റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി അദ്ദേഹത്തെ കണ്ടതും ഫോൺ മാറ്റിവെച്ചു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വെറുപ്പും പുച്ഛവും പ്രകടമായിരുന്നു. എന്താ വേണ്ടത്? ഇവിടെ ഭിക്ഷയൊന്നും കൊടുക്കാറില്ല. സെക്യൂരിറ്റി നിങ്ങളെ എങ്ങനെ ഇങ്ങോട്ട് കടത്തിവിട്ടു? മോളെ, ഭിക്ഷ യോജിച്ചു വന്നതല്ല. ഞാനിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പേര് ഒന്ന് പരിശോധിക്കാമോ? പെൺകുട്ടി ഒരു നിമിഷം വാ പൊളിച്ചു നിന്നു. പിന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അടുത്തുള്ള തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഇത് കേട്ടോ, ഈ അമ്മാവൻ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടത്രേ. അമ്മാവ, ഇത് സിനിമയൊന്നുമല്ല. ഇവിടെ ഒരു ദിവസം നിൽക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബം മൊത്തം വിറ്റാലും തികയില്ല. തമാശ പറഞ്ഞ് സമയം കളയാതെ ഇറങ്ങി പോകാൻ നോക്ക്. ഞാൻ പറഞ്ഞത് സത്യമാണ് മോളെ. ഞാൻ ഇവിടെ തങ്ങാൻ വന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവൾ വിരൽ ചൂണ്ടി ശകാരിച്ചു. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവിടെ പോയി ഇരിക്കെ. മാനേജർ സാർ ഇപ്പൊ വരും. ലോബിയിലാകെ ആ പെൺകുട്ടിയുടെ ശബ്ദം മുഴങ്ങുന്നു. അപ്പോഴാണ് ഹൈഹീൽസ് ചെരുപ്പുകളുടെ താളാത്മകമായ ശബ്ദത്തോടെ സ്മൃതി അവിടേക്ക് കടന്നു വന്നത്. എന്താണ് ഇവിടെ ഒരു ബഹളം? ഗസ്റ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സ്മൃതിയെ കണ്ടതും റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി വിനയത്തോടെ എഴുന്നേറ്റ് നിന്നു. മാഡം, അത് പിന്നെ ഇദ്ദേഹം രാവിലെ മുതൽ ഇവിടെ വന്ന് ഓരോന്ന് പറയുകയാണ്. ഇത്രയും വലിയ ഹോട്ടലിൽ ഇദ്ദേഹം റൂം ബുക്ക് ചെയ്തിട്ടുണ്ടത്രേ. പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. സ്മൃതി ആ വൃദ്ധനെ ഒന്ന് ആപാതിച്ചൂടം നോക്കി. അവളുടെ നോട്ടത്തിൽ പുച്ഛം കലർന്ന പരിഹാസവും നിറഞ്ഞു നിന്നു. സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം പണവും പദവിയുമാണ് ഒരു മനുഷ്യന്റെ വില തീരുമാനിക്കുന്നത്. അവൾ അവിടെ പുതിയതായിട്ട് വന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. മോളെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ പേരിൽ ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാമോ? സ്മൃതി ഒരു നിമിഷം പരിഹാസത്തോടെ ചിരിച്ചു. എന്നിട്ട് റിസപ്ഷനിസ്റ്റിനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. റൂമോ? അമ്മാവാ, ഇത് പാവപ്പെട്ടവർക്കുള്ള ലോഡ്ജല്ല. ഒരു രാത്രി ഇവിടെ കഴിയണമെങ്കിൽ അമ്മാവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തുക നൽകേണ്ടി വരും. ഇത്രയും നല്ല എ സിയിലൊക്കെ ഇരിക്കാൻ അമ്മാവന് എന്ത് യോഗ്യതയാണുള്ളത്? എനിക്ക് യോഗ്യതയുണ്ടോ ഇല്ലേ എന്ന് എന്റെ ബുക്കിംഗ് നോക്കിയാൽ അറിയില്ലേ? സ്മൃതിക്ക് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ ഒരു തമാശ കേട്ടതുപോലെ വീണ്ടും ചിരിച്ചു. ശരി അമ്മാവ, അമ്മാവിന്റെ ഈ വലിയ ബുക്കിംഗ് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. അതുവരെ അവിടെ ആ മൂലയിലുള്ള സോഫയിൽ പോയിരിക്കൂ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കാം. പക്ഷേ ഇവിടുത്തെ ആഡംബരം കണ്ട് തലകറങ്ങി വീഴരുതെന്ന് മാത്രം. അവൾ പരിഹാസത്തോടെ പറഞ്ഞ വാചകങ്ങൾ കേട്ട് അവിടെയുള്ള മറ്റു ജീവനക്കാരും ചിരിച്ചു. എന്നാൽ അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ ശാന്തനായി നടന്ന് ആഡംബര വിളക്കുകൾക്ക് താഴെ മറ്റാരുടെയും ശ്രദ്ധ പതിയാത്ത ആ ഒഴിഞ്ഞ മൂലയിലെ സോഫയിൽ അദ്ദേഹം ചെന്നിരുന്നു. ഈ വേഷത്തിൽ ഇത്രയും വലിയ ഹോട്ടലിന്റെ അകത്ത് താൻ ഇരിക്കുന്നത് എല്ലാവരെയും അസ്വസ്ഥമാക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ആ നിശബ്ദതയിൽ അദ്ദേഹം കാത്തിരുന്നു.
വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച അതിഥികൾ അദ്ദേഹത്തെ ഒരു കാഴ്ച വസ്തുവിനെ പോലെ നോക്കി കടന്നു പോകുന്നുണ്ട്. ലോകത്തിന്റെ ആഡംബരങ്ങൾക്കിടയിൽ താൻ എത്രത്തോളം ഒറ്റപ്പെട്ടവനാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. അപ്പോഴാണ് ആ ഹോട്ടലിലെ ഒരു സാധാരണ ജീവനക്കാരനായ അർജുൻ അവിടേക്ക് വന്നത്. മറ്റുള്ളവരെ പോലെ ആ വൃദ്ധനെ അവഗണിക്കാൻ അവന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആ നോട്ടത്തിലെ ശാന്തതയും എന്നാൽ ഉള്ളിലെ ആത്മവിശ്വാസവും അർജുനെ അദ്ദേഹത്തിനടുത്തേക്ക് ആകർഷിച്ചു. അവൻ മെല്ലെ അദ്ദേഹത്തിന് അരികിലെത്തി. അർജുൻ വിനയത്തോടെ ചോദിച്ചു, അമ്മാവാ, എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ആരെങ്കിലും വരുമോ? എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? പെട്ടെന്നൊരാൾ സ്നേഹത്തോടെ വന്ന് സംസാരിച്ചപ്പോൾ ആ വൃദ്ധന്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നു. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വേണ്ട മോനെ, എനിക്കൊന്നും വേണ്ട. എനിക്ക് നിങ്ങളുടെ മാനേജറെ ഒന്ന് കാണണം. അദ്ദേഹത്തോട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. മാനേജറെ കാണണമെന്ന വാക്ക് കേട്ടപ്പോൾ അർജുനൻ അമ്പരന്നു. കാരണം ഈ ഹോട്ടലിന്റെ ജനറൽ മാനേജർ രാകേഷ് നമ്പ്യാർ എത്രത്തോളം അഹങ്കാരിയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. മാനേജരെയോ? അമ്മാവന് അദ്ദേഹത്തെ മുൻപേ പരിചയമുണ്ടോ? ഇവിടെ ഇപ്പോൾ വലിയ തിരക്കുള്ള സമയമാണ്. പോരാത്തതിന് അദ്ദേഹം കുറച്ച് ദേഷ്യക്കാരനാണ്. ഈ വേഷത്തിൽ അമ്മാവൻ ഇവിടെ വന്നു നിൽക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. വെറുതെ എന്തിനാ ശകാരം കേൾക്കുന്നത്? അർജുന്റെ വാക്കുകളിൽ പരിഹാസമല്ല, മറിച്ച് ആ വൃദ്ധന് വരാൻ പോകുന്ന അപമാനത്തെക്കുറിച്ചുള്ള പേടിയായിരുന്നു. വൃദ്ധൻ നിഗൂഢമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, മോനെ, പേടിക്കണ്ട. അദ്ദേഹത്തോട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വരൂ. അർജുന് വലിയ അതിശയം തോന്നി. എങ്കിലും ആ വൃദ്ധന്റെ കണ്ണുകളിലെ തീഷ്ണത അവന് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. അർജുൻ അദ്ദേഹത്തിനടുത്ത് അല്പം കൂടി ചേർന്നു നിന്നു. അമ്മാവ, നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി പറയാം. പക്ഷേ ഞാൻ ഈ ഹോട്ടലിലെ ഏറ്റവും താഴെയുള്ള ജീവനക്കാരനാണ്. എന്റെ വാക്കിന് അവിടെ വലിയ വിലയൊന്നുമില്ല. ഇത് കേട്ട് വൃദ്ധൻ പറഞ്ഞു, കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെന്തിനാ നീ ഈ ചെറിയ ജോലി ചെയ്യുന്നത്? അർജുൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, അമ്മാവ, ഞാനൊരു MBA ബിരുദധാരിയാണ്. ഇവിടുത്തെ തന്നെ ഉയർന്ന ജോലിക്ക് ഞാൻ അപേക്ഷിച്ചതുമാണ്. പക്ഷേ ആ കസേരയിൽ ഇരിക്കാൻ അവർ വലിയൊരു തുക കൈക്കൂലിയായി ചോദിച്ചു. അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് കുടുംബം പുലർത്താൻ ഞാൻ ഈ ജോലി ചെയ്യുന്നു. ഇവിടെ കഴിവിനേക്കാൾ പണത്തിനാണ് വില. അർജുന്റെ ആ സങ്കടം കേട്ടപ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു മാറ്റം വന്നു. അദ്ദേഹം അർജുന്റെ കൈകളിൽ മെല്ലെ തട്ടി. മോനെ, വിഷമിക്കണ്ട. നീ പോയി മാനേജരോട് ഞാൻ വന്ന കാര്യം പറയൂ. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് കാണാം. അർജുൻ വിനയത്തോടെ തലയാട്ടി മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. ആ വൃദ്ധൻ അപ്പോഴും ആ സോഫയിൽ തന്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെ ശാന്തനായിരുന്നു. ഹോട്ടലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നഗര കാഴ്ചകൾ പൂർണ്ണമായും കാണാൻ കഴിയുന്ന വിധത്തിൽ ക്രമീകരിച്ച ഗ്ലാസ് ക്യാബിൻ, തേക്ക് തടിയിൽ തീർത്ത വാതിൽക്കൽ സ്വർണ്ണ ലിപികളിൽ കൊത്തിവെച്ചിട്ടുണ്ട്, രാകേഷ് നമ്പ്യാർ, ജനറൽ മാനേജർ. Time is the only luxury that matters. രാകേഷ് നമ്പ്യാർ വെറുമൊരു മാനേജർ മാത്രമല്ല, അധികാരവും പണവും തലയ്ക്ക് പിടിച്ച ഒരു മനുഷ്യനാണ്. കയ്യിൽ തിളങ്ങുന്ന റോളക്സ് വാച്ചും എപ്പോഴും ഗൗരവം വിടാത്ത മുഖവും അതായിരുന്നു അയാളുടെ അടയാളം. പണമുള്ളവന് മുന്നിൽ കുനിഞ്ഞു നിൽക്കുവാനും ഇല്ലാത്തവനെ ചവിട്ടി മെതിക്കാനും അയാൾക്കൊരു മടിയുമില്ലായിരുന്നു. അർജുൻ വിറയ്ക്കുന്ന കൈകളോടെ ക്യാബിന്റെ വാതിൽക്കൽ തട്ടി. അകത്ത് രാകേഷ് നമ്പ്യാർ ആരോടോ ഫോണിൽ അലറുകയായിരുന്നു. ക്വാളിറ്റിയിൽ എനിക്കൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഈ ഹോട്ടലിൽ വരുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? കോടീശ്വരന്മാരും മന്ത്രിമാരുമാണ്. അവർക്കിടയിൽ വില കുറഞ്ഞ സാധനങ്ങൾ എത്തിച്ചാൽ നിന്റെ ജോലി തെറിക്കും. അയാൾ ദേഷ്യത്തോടെ ഫോൺ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. അപ്പോഴാണ് അർജുൻ മെല്ലെ വാതിലിൽ മുട്ടിയത്. രാകേഷ് നമ്പ്യാർ ഗൗരവത്തോടെ ചോദിച്ചു, ആരാ? അകത്തേക്ക് വരൂ. അർജുൻ തലകുനിച്ച് അകത്തേക്ക് കയറി. രാകേഷ് നമ്പ്യാർ തന്റെ കറങ്ങുന്ന കസേരയിൽ പിന്നിലേക്ക് ചാഞ്ഞിരുന്ന് അവനെ ഒന്ന് പാളി നോക്കി. എന്താടാ, ഈ സമയത്ത് നിനക്ക് ഇവിടെ എന്താ കാര്യം? താഴെ നിന്റെ പണി കഴിഞ്ഞോ? അർജുൻ പേടിയോടെ പറഞ്ഞു. അത് സാർ, താഴെ ഒരാൾ വന്നിട്ടുണ്ട്. സാറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഒരു വയസ്സായ ആളാണ്. വയസ്സായ ആൾ എന്ന് കേട്ടതും രാകേഷ് നമ്പ്യാരുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അയാൾ കയ്യിലുണ്ടായിരുന്ന പേന മേശപ്പുറത്ത് ആഞ്ഞു കുത്തി. ആരാ? ഏതെങ്കിലും ബിസിനസ് പാർട്ടിയാണോ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അല്ല സാർ,
കണ്ടാൽ ഒരു പാവം മനുഷ്യനാണെന്ന് തോന്നും. പക്ഷേ സാറിന് നേരിട്ട് പരിചയമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. രാകേഷ് നമ്പ്യാർ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു. ഇത് വല്ല ധർമ്മസ്ഥാപനമാണോ എന്ന് നീ കരുതിയോ? വഴിയിൽ പോകുന്ന കിഴവന്മാർക്കൊക്കെ വന്ന് കയറാനുള്ള ഇടമാണോ ഈ ഹോട്ടൽ? സ്മൃതി അവിടെ ഇല്ലേ? അവൾക്ക് അയാളെ ഇറക്കി വിടാൻ അറിയില്ലേ? അതോ നീയൊക്കെ ഇനി ജോലിക്ക് പകരം ചാരിറ്റി നടത്താൻ തീരുമാനിച്ചോ? സാർ, അദ്ദേഹം അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രം. രാകേഷ് നമ്പ്യാർ പെട്ടെന്ന് എഴുന്നേറ്റു. തന്റെ അധികാരത്തിന്റെ മുഴുവൻ ഗർവും അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്റെ പേര് പറഞ്ഞ് ഈ ഹോട്ടലിന്റെ അന്തസ്സ് കളയാൻ അവിടെ ചെന്നിരുന്ന ആ മഹാൻ ആരാണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അവനെ ഇവിടുന്ന് ആട്ടി പുറത്താക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. തന്റെ ബ്രാൻഡഡ് ഷൂസുകൾ മാർബിൾ തറയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് രാകേഷ് നമ്പ്യാർ ക്യാബിന് പുറത്തേക്ക് ആഞ്ഞു നടന്നു. തന്റെ അധികാരത്തിന്റെ തണലിൽ ആ വൃദ്ധനെ ചവിട്ടിമെതിക്കാൻ ഉറച്ച തീരുമാനത്തോടെ അയാൾ ലിഫ്റ്റിന് നേരെ നടന്നു. പിന്നാലെ ഭയത്തോടെ അർജുനും. രാകേഷ് നമ്പ്യാർ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ലോബിയിലാകെ ഒരു നിശബ്ദത പടർന്നു. അയാളുടെ ഓരോ ചുവടുവെപ്പിലും ആ ഹോട്ടലിന്റെ അധികാരം മുഴങ്ങുന്നുണ്ടായിരുന്നു. ലോബിയിലിരുന്ന അതിഥികൾ തങ്ങളുടെ സംസാരം നിർത്തി എന്തോ വലിയൊരു നാടകം നടക്കാൻ പോകുന്നു എന്ന മട്ടിൽ ആ വൃദ്ധനിലേക്കും രാകേഷ് നമ്പ്യാരിലേക്കും കണ്ണുകൾ നട്ടു. റിസപ്ഷനിലിരുന്ന പെൺകുട്ടികൾ വായ പൊത്തിപ്പിടിച്ചു. ആ വൃദ്ധൻ ഇപ്പോൾ എങ്ങനെ പുറത്താക്കപ്പെടും എന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. രാകേഷ് നമ്പ്യാരുടെ മുഖത്ത് വല്ലാത്തൊരു അറപ്പും ദേഷ്യവും പ്രകടമായിരുന്നു. പിന്നിൽ തലകുനിച്ച് ശ്വാസം അടക്കി പിടിച്ച് അർജുൻ നിൽക്കുന്നുണ്ട്. താനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞ ആ വലിയ ആൾ? ഈ വേഷവും കെട്ടി ഇങ്ങോട്ട് കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? അയാൾ വൃദ്ധന്റെ മുഷിഞ്ഞ ഷർട്ടിലേക്കും മുണ്ടിലേക്കും വിരൽ ചൂണ്ടി ചുറ്റുമുള്ളവർക്കൊക്കെ ഉറക്കെ പരിഹസിച്ചു. താൻ ഈ നിൽക്കുന്നത് ഗ്രാൻഡ് എംപയറിലാണ്, അല്ലാതെ വല്ല വഴിയോര കഞ്ഞിക്കടയിലുമല്ല. തനിക്ക് ഈ ലോബിയിലെ എയർ കണ്ടീഷൻ ശ്വസിക്കാൻ പോലും യോഗ്യതയില്ല. തന്റെ ഈ രൂപം കണ്ട് എന്റെ ഗസ്റ്റുകൾ ഇവിടെ ഓടിപ്പോകും. ആ വൃദ്ധൻ പതറിയില്ല. അദ്ദേഹം പതിയെ ആ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. രാകേഷ് നമ്പ്യാരുടെ കണ്ണുകളിലേക്ക് ശാന്തനായി നോക്കി തന്റെ പോക്കറ്റിൽ നിന്നും മടക്കിയ ഒരു കവർ എടുത്തു. രാകേഷ്, വേഷം നോക്കി മനുഷ്യനെ അളക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഈ കത്തിലുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അദ്ദേഹം വളരെ വിനയത്തോടെ ആ കത്ത് രാകേഷ് നമ്പ്യാർക്ക് നേരെ നീട്ടി. രാകേഷ് എന്ന പേര് വിളിച്ചത് അയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. പണത്തിന്റെയും അധികാരത്തിന്റെയും ലഹരിയിലായിരുന്ന അയാൾക്ക് ആ കത്ത് ഒരു പാഴ്കടലാസായി മാത്രമേ തോന്നിയുള്ളൂ. നിന്റെയൊക്കെ കയ്യിൽ എന്ത് വായിക്കാനാണുള്ളത്? വല്ല പരാതിയുമാണോ? അതോ പിച്ച ചോദിക്കാനുള്ള അപേക്ഷയോ? അടുത്ത നിമിഷം അവിടെ കണ്ടുനിന്നവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ ക്രൂരത സംഭവിച്ചു. രാകേഷ് നമ്പ്യാർ ആ കത്ത് ബലമായി പിടിച്ചു വാങ്ങി അതൊന്നുപോലും തുറന്നു നോക്കാതെ കഷണങ്ങളാക്കി കീറി ആ വൃദ്ധന്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു. വെള്ള കടലാസ് കഷ്ണങ്ങൾ ആ വൃദ്ധന്റെ നരച്ച മുടിയിലും തോളിലും വീണ് നിലത്ത് ചിതറിക്കിടന്നു. ഹാളിലാകെ ഒരു നിമിഷം ശ്മശാന മൂകത പടർന്നു. അർജുൻ കണ്ണു തള്ളി നിന്നുപോയി. പക്ഷേ ആ വൃദ്ധൻ ഇപ്പോഴും പതറാതെ ആ ശാന്തമായ പുഞ്ചിരിയോടെ നിന്നു. രാകേഷ് നമ്പ്യാർ സെക്യൂരിറ്റിയോടും അർജുനോടുമായി അലറി, എടാ, നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്. ഇനി ഒരിക്കൽ കൂടി ഈ പരിസരത്ത് കണ്ടാൽ പോലീസിനെ വിളിക്കും ഞാൻ. വൃദ്ധനെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ തന്റെ അധികാരത്തിന്റെ ഗർവോടെ രാകേഷ് നമ്പ്യാർ പുറത്തു കാത്തു നിൽക്കുന്ന തന്റെ ആഡംബര കാറിന് നേരെ വേഗത്തിൽ നടന്നുപോയി. കാറിൽ കയറി പോകുമ്പോഴും അയാളുടെ മുഖത്ത് ആ വൃദ്ധനെ തറപറ്റിച്ചതിന്റെ അഹങ്കാരമായിരുന്നു. ചുറ്റുമുള്ളവർക്കിടയിൽ ഒറ്റപ്പെട്ട് ചിതറിക്കിടക്കുന്ന പേപ്പർ കഷ്ണങ്ങൾക്കിടയിൽ ആ വൃദ്ധൻ ശാന്തനായി നിന്നു. രാകേഷ് നമ്പ്യാർ ആക്രോശിച്ചുകൊണ്ട് പുറത്തേക്ക് പോയതോടെ സെക്യൂരിറ്റി ഗാർഡുകൾ ആ വൃദ്ധനെ ബലമായി പിടിച്ചിറക്കാൻ അങ്ങോട്ട് അടുക്കുകയായിരുന്നു. കണ്ടു നിന്നവർക്കിടയിൽ പരിഹാസവും അടക്കം പറച്ചിലുകളും ഉയർന്നു. എന്നാൽ അർജുന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലായിരുന്നു. ഒരു മനുഷ്യനെ ഇത്രത്തോളം ഹീനമായി അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നതിന് മുൻപ് തന്നെ അർജുൻ ഇടപെട്ടു. സെക്യൂരിറ്റി ഗാർഡുകൾ അടുത്തു വന്നതും അർജുൻ കൈ ഉയർത്തി അവരെ തടഞ്ഞു. നിൽക്ക്, ഞാൻ ഇദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടോളാം. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. അർജുൻ പതുക്കെ ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ തോളിൽ വളരെ സാവധാനം കൈവച്ചു. ആ കൈകളിൽ ഒരു വിറയലുണ്ടായിരുന്നു. അത് പേടികൊണ്ടല്ല, മറിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനോടുള്ള ബഹുമാനവും സങ്കടവും കൊണ്ടായിരുന്നു. അർജുൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അമ്മാവ, ദയവ് ചെയ്ത് ഇവിടുന്ന് പോയിക്കോളൂ.
ഇനിയും ഇവിടെ നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഈ തിളക്കത്തിനിടയിൽ ആർക്കും മനുഷ്യത്വം കാണാൻ കഴിയില്ല. അവർക്ക് വേണ്ടത് പണവും പദവിയുമാണ്. അമ്മാവൻ ഇനിയും ഇവിടെ നിന്ന് അപമാനിക്കപ്പെടരുത്. ആ വൃദ്ധൻ അർജുന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ കണ്ണുകളിൽ സങ്കടമായിരുന്നില്ല, മറിച്ച് അർജുന്റെ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള ഒരു വാത്സല്യമായിരുന്നു. അദ്ദേഹം അവനോട് പറഞ്ഞു, മോനെ, നിനക്ക് എന്നോട് സങ്കടം തോന്നുന്നുണ്ടോ? അമ്മാവനെ ഇത്രത്തോളം വിഷമിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ അമ്മാവനെ പുറത്തെ ഗേറ്റ് വരെ കൊണ്ടുവിടാം. വരൂ. അർജുൻ അദ്ദേഹത്തെ പതുക്കെ കൈപിടിച്ച് ലോബിയിലൂടെ പുറത്തേക്ക് കൂട്ടി. ചുറ്റുമുള്ള അതിഥികൾ ആ കാഴ്ച കൗതുകത്തോടെ നോക്കി നിന്നു. അവർക്ക് അതൊരു തമാശയായിരുന്നു. പക്ഷേ അർജുന് അതൊരു വലിയ നീറ്റലായിരുന്നു. ഹോട്ടലിന്റെ ഗ്ലാസ് വാതിലുകൾ കടന്ന് പുറത്തെ വെയിലിലേക്ക് ഇറങ്ങിയപ്പോൾ അർജുൻ നിന്നു. അമ്മാവ, ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളൂ. പണമുള്ളവർക്ക് മാത്രം വില കൊടുക്കുന്ന ഈ ലോകത്ത് അമ്മാവനെ പോലെയുള്ളവർക്ക് ഇവിടം ചേരില്ല. ഇനി ഒരിക്കലും ഇവിടെ വന്ന് വിഷമിക്കരുത്. വൃദ്ധൻ അർജുന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് ആ വലിയ ഹോട്ടൽ കെട്ടിടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്പോൾ കണ്ട ആ പുഞ്ചിരി അർജുനെ അമ്പരപ്പിച്ചു. അത് തോറ്റുപോയ ഒരുവന്റെ പുഞ്ചിരിയല്ലായിരുന്നു. മോനെ അർജുൻ, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, അഹങ്കാരത്തിന്റെ ഈ കോട്ടകൾ അധികകാലം നിലനിൽക്കില്ല. നീ കാണിച്ച ഈ കരുണയ്ക്കും വിനയത്തിനും ദൈവം നിനക്ക് വലിയൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ നമ്മൾ വീണ്ടും കാണും. അത്രയും പറഞ്ഞ് അദ്ദേഹം ആ വലിയ ഗേറ്റ് കടന്ന് പുറത്തെ തിരക്കിലേക്ക് നടന്നുപോയി. അർജുൻ നിസ്സഹായനായി അദ്ദേഹം പോകുന്നോ നോക്കി അവിടെ തന്നെ നിന്നു. ആരാണ് ആ മനുഷ്യൻ? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ശക്തി വന്നത്? അർജുൻ പതുക്കെ തിരിഞ്ഞ് ലോബിയിലേക്ക് നടന്നു. തറയിൽ ചിതറിക്കിടക്കുന്ന ആ പേപ്പർ കഷണങ്ങൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ആരും കാണാതെ അവൻ അത് ഓരോന്നായി പെറുക്കിയെടുക്കാൻ തുടങ്ങി. അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഇത്രയും ആത്മവിശ്വാസത്തോടെ ആ വൃദ്ധൻ നീട്ടിയ ആ കത്തിൽ എന്തായിരിക്കും ഉണ്ടായിരുന്നതെന്നറിയാൻ അവന് വലിയ ആകാംക്ഷ തോന്നി. അവൻ ലോബിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നു. വിറയ്ക്കുന്ന കൈകളോടെ ആ കഷണങ്ങൾ ഒരു പസിൽ പൂരിപ്പിക്കുന്നത് പോലെ മേശപ്പുറത്ത് നിരത്തിവെച്ചു. കഷണങ്ങൾ ഓരോന്നായി ഒത്തുചേർന്നപ്പോൾ അർജുന്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ആ കത്തിന്റെ മുകളിൽ സ്വർണ്ണ ലിപികളിൽ പതിച്ചിരുന്ന മുദ്ര അവൻ തിരിച്ചറിഞ്ഞു. അത് ആ ഹോട്ടൽ ശൃംഖലയുടെ മാതൃസ്ഥാപനമായ റോയൽ എംപയർ ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡ് ആയിരുന്നു. അർജുൻ ആ കത്തിലെ വാക്കുകൾ വിറയലോടെ വായിച്ചു. ഹോട്ടൽ ഭരണനിർവഹണവും സേവന നിലവാരവും സംബന്ധിച്ച അപ്രതീക്ഷിത പരിശോധന. ഗ്രാൻഡ് എംപയർ ഹോട്ടലിന്റെ ജനറൽ മാനേജരായ മിസ്റ്റർ രാകേഷ് നമ്പ്യാരുടെ ശ്രദ്ധയ്ക്ക്. നമ്മുടെ ഹോട്ടൽ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ മിസ്റ്റർ രാജശേഖര വർമ്മ ഇന്ന് ഹോട്ടലിൽ നേരിട്ടെത്തി ഒരു രഹസ്യ പരിശോധന നടത്തുന്നതാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ജീവനക്കാരുടെ പെരുമാറ്റവും നേരിട്ട് മനസ്സിലാക്കുന്നതിനായി അദ്ദേഹം ഒരു സാധാരണ വേഷത്തിലായിരിക്കും എത്തുക. ഈ പരിശോധനയിലെ അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളായിരിക്കും ഹോട്ടലിന്റെ ഭാവി പ്രവർത്തനങ്ങളിലും നിലവിലുള്ള മാനേജ്മെന്റിന്റെ സ്ഥാനക്കയറ്റത്തിലും അന്തിമമായി കണക്കാക്കപ്പെടുക എന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, റോയൽ എംപയർ ഗ്രൂപ്പ്. കത്ത് വായിച്ചു തീർന്നതും അർജുന്റെ കൈകളിൽ നിന്നും ആ പേപ്പർ കഷ്ണങ്ങൾ താഴെ വീണു. അവന്റെ കണ്ണുകൾ വികസിച്ചു, ശരീരം മരവിച്ചു നിന്നു. താൻ ഇത്രയും നേരം സംസാരിച്ചത്, താൻ സമാധാനിപ്പിച്ചത്, രാകേഷ് നമ്പ്യാർ ആട്ടിപ്പായിച്ചത്, അത് വെറുമൊരു വൃദ്ധനെയല്ല, ഈ വലിയ സാമ്രാജ്യത്തിന്റെ അധിപനെയാണ്. അവൻ ഓടിച്ചെന്ന് ഹോട്ടലിന്റെ ഗ്ലാസ് വാതിലിലൂടെ പുറത്തെ ഗേറ്റിലേക്ക് നോക്കി. പക്ഷേ ആ വൃദ്ധൻ അപ്പോഴേക്കും ജനക്കൂട്ടത്തിനിടയിൽ മറഞ്ഞു പോയിരുന്നു. ദൈവമേ, ഇത് മിസ്റ്റർ രാജശേഖര വർമ്മയായിരുന്നോ? അർജുൻ ഉള്ളിൽ വിറയലോടെ മന്ത്രിച്ചു. തന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനോട് വിനയത്തോടെ സംസാരിച്ച ആ മനുഷ്യൻ, രാകേഷ് നമ്പ്യാർ തന്റെ മുഖത്തേക്ക് പേപ്പർ കീറി എറിഞ്ഞിട്ടും പതറാതെ പുഞ്ചിരിച്ച ആ വ്യക്തി, അദ്ദേഹം തന്റെ സ്ഥാപനത്തിലെ മനുഷ്യത്വം പരിശോധിക്കാൻ വന്നതായിരുന്നു. അർജുൻ ആ പേപ്പർ കഷ്ണങ്ങൾ വീണ്ടും ഭദ്രമായി പെറുക്കി തന്റെ പോക്കറ്റിൽ വെച്ചു. രാകേഷ് നമ്പ്യാർ സ്വന്തം കുഴി തോണ്ടിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. ആഡംബരത്തിന്റെ ലഹരിയിൽ സ്വന്തം ഉടമസ്ഥനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത മാനേജറുടെ പതനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അർജുൻ തിരിഞ്ഞ് ലോബിയിലേക്ക് നടന്നു. അവിടെ ഇപ്പോഴും സ്മൃതിയും റിസപ്ഷനിസ്റ്റും ആ വൃദ്ധനെ പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് അവർ ഒന്നും അറിഞ്ഞിരുന്നില്ല. അർജുന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. താൻ കണ്ടുപിടിച്ച സത്യം മറ്റുള്ളവരെ അറിയിച്ചില്ലെങ്കിൽ അത് വലിയൊരു ആപത്തിന് കാരണമാകുമെന്ന് അവൻ ഭയന്നു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു ജീവനക്കാരുടെ അടുത്തേക്ക് ചെന്നു.
അർജുൻ തന്റെ സുഹൃത്തുക്കളായ മറ്റു ജീവനക്കാരെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി. അവന്റെ മുഖത്തെ ഭയം കണ്ട് അവർ അമ്പരന്നു. എടാ, നമുക്ക് വലിയൊരു തെറ്റുപറ്റി. ആ പോയ വൃദ്ധൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഈ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ രാജശേഖര വർമ്മ സാറാണ്. അർജുൻ പറഞ്ഞു തീർന്നതും അവന്റെ സുഹൃത്തുക്കൾ മുഖത്തോട് മുഖം നോക്കി. അടുത്ത നിമിഷം അവർ ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എടാ അർജുനെ, നിനക്ക് വട്ടായോ? അതോ ആ വെയിലത്ത് നടന്ന് തലയ്ക്ക് വല്ലതും പറ്റിയോ? ആ മുഷിഞ്ഞ മുണ്ടുമുടുത്തു വന്ന കിഴവനാണോ കോടീശ്വരൻ? നീ വല്ലാതെ സിനിമ കാണുന്നുണ്ടല്ലോ. ഇത്തരം കഥകളൊക്കെ സിനിമയിലേ നടക്കൂ. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന രാകേഷ് നമ്പ്യാർ സാറിനും സ്മൃതി മാഡത്തിനും തിരിച്ചറിയാൻ പറ്റാത്തത് നീ കണ്ടുപിടിച്ചോ? ആ കടലാസ് കഷ്ണങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ അത് നോക്കാൻ പോലും തയ്യാറായില്ല. മതിയടാ, ഈ തമാശ ഇവിടെ നിർത്തിക്കോ. ഈ വിവരമെങ്ങാനും മാനേജർ അറിഞ്ഞാൽ നിന്നെ ഇപ്പോൾ തന്നെ പിടിച്ചു പുറത്താക്കും. പോയി നിന്റെ പണി നോക്ക്. അർജുൻ നിസ്സഹായനായി നിന്നു. അവൻ പതുക്കെ രാകേഷ് നമ്പ്യാരുടെ ക്യാബിനിലേക്കും അവിടെ ഗമയിൽ നടന്നു നീങ്ങുന്ന സ്മൃതിയെയും നോക്കി. ഒരു നിമിഷം അവൻ വിചാരിച്ചു, ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാലോ? പക്ഷേ അല്പം മുൻപ് അവർ ആ വൃദ്ധനോട് കാണിച്ച ക്രൂരത അവന്റെ ഓർമ്മയിൽ വന്നു. ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ എന്നെ വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, എന്നെ പരിഹസിച്ച് പുറത്താക്കുകയും ചെയ്യും. പണത്തിനും വസ്ത്രത്തിനും മാത്രം വില കൊടുക്കുന്ന ഇവർക്ക് മുന്നിൽ സത്യത്തിന് എന്ത് വില? അവർ സ്വയം അഹങ്കാരത്തിന്റെ കുഴി തോണ്ടിയിരിക്കുകയാണ്. അത് അവർ തന്നെ അനുഭവിക്കട്ടെ. അർജുൻ ആ കടലാസ് കഷ്ണങ്ങൾ തന്റെ പോക്കറ്റിൽ കൂടുതൽ ഭദ്രമായി വെച്ചു. മറ്റാരോടും ഒന്നും പറയാതെ അവൻ തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. പക്ഷേ അവന്റെ മനസ്സ് പിറ്റേന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ഓർത്തുള്ള ആശങ്കയിലായിരുന്നു. ആ ഹോട്ടലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റാണ് വരാനിരിക്കുന്നതെന്ന് അവൻ ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഗ്രാൻഡ് എംപയർ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയായിരുന്നു. ചുവന്ന പരവതാനികളും വില കൂടിയ പൂക്കളും കൊണ്ട് ലോബി അലങ്കരിച്ചിരുന്നു. ചെയർമാൻ എത്തുന്നു എന്ന വാർത്ത അറിഞ്ഞതോടെ രാകേഷ് നമ്പ്യാരും സ്മൃതിയും അതീവ ജാഗ്രതയിലായിരുന്നു. ഹോട്ടൽ മുറ്റത്ത് കറുത്ത നിറത്തിലുള്ള 3 പുതിയ SUVകൾക്ക് നടുവിലായി ഒരു ആഡംബര കാർ വന്നു നിന്നു. രാകേഷ് നമ്പ്യാരും സ്മൃതിയും വായുവിലെ സുഗന്ധം പോലെ വിനയത്തോടെ കാറിനരികിലേക്ക് ഓടിയെത്തി. കാറിന്റെ വാതിൽ തുറക്കപ്പെട്ടു. പുറത്തിറങ്ങിയ ആളെ കണ്ടതും രാകേഷ് നമ്പ്യാരുടെയും സ്മൃതിയുടെയും മുഖം വിറച്ചു. സ്മൃതിയുടെ കയ്യിലുണ്ടായിരുന്ന പൂച്ചെണ്ട് നിലത്തു വീണു. തങ്ങൾ ഇന്നലെ ആട്ടിയോടിച്ച വേഷത്തിന്റെ പേരിൽ പരിഹസിച്ച അതേ വൃദ്ധൻ. പക്ഷേ ഇന്ന് അദ്ദേഹം അതിമനോഹരമായ ഒരു സ്യൂട്ടിലാണ്. കണ്ണുകളിൽ അണയാത്ത തീഷ്ണത. രാജശേഖരൻ വർമ്മ. അദ്ദേഹം അവരോടായി ശാന്തമായി ചോദിച്ചു, എന്താ രാകേഷ്, നീ ഇന്നലെ കീറിയെറിഞ്ഞ കത്തിൽ ഞാൻ വരുമെന്ന് എഴുതിയിരുന്നല്ലോ. അത് വായിക്കാൻ പോലും നിന്റെ അഹങ്കാരം സമ്മതിച്ചില്ല. രാകേഷ് നമ്പ്യാരുടെ നാവ് കുടുങ്ങിപ്പോയി. അയാൾ വിറയ്ക്കുന്ന സ്വരത്തിൽ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വർമ്മ കൈ ഉയർത്തി അയാളെ തടഞ്ഞു. അദ്ദേഹം ലോബിയുടെ നടുവിലേക്ക് നടന്നു. എല്ലാ ജീവനക്കാരും അമ്പരന്ന് നിൽക്കുകയാണ്. രാജശേഖര വർമ്മ മുഴങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഈ ഹോട്ടൽ, ഈ കാണുന്ന മാർബിൾ തറകളും സ്വർണ്ണ വിളക്കുകളും വെറുതെ ഉണ്ടായതല്ല. തറപ്പണിക്ക് കല്ല് ചുമന്നും വെയിലത്ത് പണിയെടുത്തും പട്ടിണി കിടന്നുമാണ് ഞാൻ ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് ഈ കെട്ടിടത്തിന്. പക്ഷേ ഇന്നിവിടെ മനുഷ്യത്വത്തിന് സ്ഥാനമില്ലാതായിരിക്കുന്നു. അദ്ദേഹം രാകേഷ് നമ്പ്യാർക്ക് നേരെ തിരിഞ്ഞു. രാകേഷ്, നിന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ലഭിച്ചിരുന്നു. പണമുള്ളവരോട് മാത്രം വിനയം കാണിക്കുകയും സാധാരണക്കാരെ പുച്ഛിക്കുകയും ചെയ്യുന്ന നിന്റെ ഈ സ്വഭാവം ഇവിടുത്തെ അന്തരീക്ഷം നശിപ്പിച്ചു. അധികാരം നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനെ അവന്റെ വേഷം നോക്കി അളക്കാൻ നിനക്ക് ആരാണ് അനുവാദം നൽകിയത്? പിന്നെ അദ്ദേഹം സ്മൃതിയുടെ നേർക്ക് നോക്കി. അവൾ ഭയം കൊണ്ട് കരയുന്ന അവസ്ഥയിലായിരുന്നു. സ്മൃതി, നീ വലിയ സ്വപ്നങ്ങളുമായി ഈ സ്ഥാപനത്തിൽ വന്നവളാണ്. പക്ഷേ ഈ രാകേഷ് നമ്പ്യാരുടെ കൂടെ ചേർന്ന് നീയും അഹങ്കാരത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിച്ചു. ഈ ഹോട്ടലിന്റെ ഓപ്പറേഷൻ ഹെഡ് എന്ന നിലയിൽ നീ ചെയ്യേണ്ടത് മനുഷ്യരെ ചേർത്ത് നിർത്താനായിരുന്നു, അല്ലാതെ അവരെ നിറത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ വേർതിരിക്കാനല്ല. നീ ഇവിടുത്തെ സംസ്കാരം തന്നെ മാറ്റിമറിച്ചു. ലോബിയിലാകെ നിശബ്ദത പടർന്നു. രാജശേഖരൻ വർമ്മയുടെ വാക്കുകൾക്ക് ഓരോ ജീവനക്കാരന്റെയും ഉള്ളിൽ തറച്ചു. മനുഷ്യത്വമില്ലാത്ത എത്ര വലിയ കെട്ടിടമായാലും അതിന് ശ്മശാനത്തിന്റെ വിലയേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നത് എന്റെ റൂം ബുക്കിംഗ് നോക്കാനല്ല, മറിച്ച് എന്റെ ജീവനക്കാർക്ക് മനുഷ്യത്വം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. പക്ഷേ എനിക്ക് നിരാശയായിരുന്നു ഫലം. അദ്ദേഹം അർജുനെ കണ്ണുകൊണ്ട് തിരഞ്ഞു. അർജുൻ ദൂരെ മാറി നിന്ന് കൈകെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. വർമ്മയുടെ നോട്ടം അവനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു.
ലോബിയിലാകെ രാജശേഖരൻ വർമ്മയുടെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാകേഷ് നമ്പ്യാരും സ്മൃതിയും ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. വർമ്മ തന്റെ കണ്ണുകൾ രാകേഷ് നമ്പ്യാർക്ക് നേരെ കൂർപ്പിച്ചു. രാകേഷ്, നിന്റെ അഹങ്കാരം ഈ സ്ഥാപനത്തിന്റെ അന്തസ്സിന് കളങ്കമാണ്. പണമില്ലാത്തവനെ മനുഷ്യനായി കാണാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഇന്നു മുതൽ നീ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ടിരിക്കുന്നു. രാകേഷ് നമ്പ്യാർ ബോധരഹിതനാകാൻ പോകുന്നത് പോലെ തോന്നി. വർമ്മ പിന്നെയും തുടർന്നു. പക്ഷേ നിനക്ക് ഞാൻ മറ്റൊരവസരം നൽകുന്നു. നിന്റെ അഹങ്കാരം കുറയാൻ വേണ്ടി നഗരത്തിന് പുറത്തുള്ള നമ്മുടെ ചെറിയ ബ്രാഞ്ചിൽ നീ ഒരു സാധാരണ അസിസ്റ്റന്റ് മാനേജരായി ജോലി ചെയ്യണം. അവിടെ എത്തുന്ന പാവപ്പെട്ടവരോട് ഇടപഴകി നീ മനുഷ്യത്വം പഠിക്കണം. നിന്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നാൽ മാത്രം നിനക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. പിന്നെ അദ്ദേഹം വിറച്ചു നിൽക്കുന്ന സ്മൃതിയുടെ അടുത്തേക്ക് നടന്നു. സ്മൃതി, നീ ഈ സ്ഥാപനത്തിൽ പുതിയതാണ്. നിന്റെ ആദ്യത്തെ തെറ്റായതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. പക്ഷേ ഓർക്കുക, വസ്ത്രമല്ല ഒരു മനുഷ്യന്റെ യോഗ്യത തീരുമാനിക്കുന്നത്. ഇത് നിനക്കൊരു വലിയ പാഠമാകട്ടെ. അവസാനം രാജശേഖരവർമ്മ അർജുനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അർജുൻ വിനയത്തോടെ അദ്ദേഹത്തിന് മുന്നിൽ വന്നു നിന്നു. വർമ്മ അദ്ദേഹത്തിന്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചു. അർജുൻ, നീ ഇന്നലെ കാണിച്ച ആ വിനയവും മനുഷ്യത്വവുമാണ് നിന്നെ ഈ പദവിക്ക് അർഹനാക്കുന്നത്. നീ ഒരു MBA ബിരുദധാരിയാണെന്നും കൈക്കൂലി നൽകാനില്ലാത്തത് കൊണ്ടാണ് ഈ ചെറിയ ജോലി ചെയ്യുന്നതെന്നും എനിക്കറിയാം. നീ അർഹിച്ച സ്ഥാനം ഇന്ന് ഞാൻ നിനക്ക് നൽകുന്നു. ഇന്നു മുതൽ നീയാണ് ഈ ഹോട്ടലിന്റെ മാനേജിംഗ് ഹെഡ്. അർജുന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. സാർ, ഞാൻ ഇതിന് അർഹനാണോ? രാജശേഖരവർമ്മ തുടർന്നു. അർജുൻ, പദവി കൊണ്ടല്ല, ഒരു മനുഷ്യൻ ഉയരുന്നത് അവന്റെ പ്രവർത്തികൾ കൊണ്ടാണ്. നിന്റെ വിനയവും മറ്റുള്ളവരോടുള്ള നിന്റെ പെരുമാറ്റവുമാണ് നിന്നെ ഇതിന് അർഹനാക്കിയത്. രാജശേഖരവർമ്മ അവിടെയുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരെയും നോക്കി തന്റെ അവസാന സന്ദേശം നൽകി. ഈ ഹോട്ടൽ വെറുമൊരു കെട്ടിടമല്ല, ഒരുപാട് പേരുടെ സ്വപ്നമാണ്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കൂടി പരിഗണിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറണം. ആഡംബരം എന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, അല്ലാതെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലല്ല. എല്ലാവരെയും തുല്യരായി കാണാൻ പഠിക്കുക. രാകേഷ് നമ്പ്യാർ തന്റെ അഹങ്കാരം വെടിഞ്ഞ് തല താഴ്ത്തി പടിയിറങ്ങി. അർജുൻ തന്റെ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ സ്മൃതി തന്റെ തെറ്റുകൾ തിരുത്തുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ആ ആഡംബര ഹോട്ടലിന് മുകളിൽ പുതിയൊരു സൂര്യൻ ഉദിച്ചതുപോലെ എല്ലാവർക്കും തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.